ലൈവിൽ ഇപ്പോൾ കുറച്ചു മുമ്പ് നമ്മുടെ ശരത്തും അതേപോലെ ആദില നൂറയും തമ്മിലൊരു സംസാരം ഉണ്ടായി. ഗെയിം മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് അനുമോളുമായിട്ട് ഇന്നലെ നമ്മുടെ ശൈത്യ ഫൈറ്റ് ചെയ്തതുപോലെ അതിലെയോ നൂറയോ ഇവരിൽ ആരെങ്കിലും അനുമോളുമായി ഈ അടുത്ത ദിവസങ്ങളിൽ ഫൈറ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതിന്റെ ഭാഗമായിട്ടാണ് പിണങ്ങിയിരുന്ന ശരത്തിനോട് പോലും ഇപ്പൊ പോയി ഇരുന്ന് ആദിലയും നൂറയും സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ ശരത്ത് ആദിലയോടൊരു കാര്യം പറയുന്നത് കേട്ടിരുന്നു. വേറൊന്നുമല്ല, അനുമോൾ അത്ര വലിയൊരു ഗെയിമറായിട്ടോ എതിരാളിയായിട്ടോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല, അത്ര സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് ശരത്ത് പറയുന്നുണ്ട്. വളരെ സ്ലോ ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്, ക്യാമറയിൽ അധികം കേൾക്കാത്ത രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ശരത്ത് പറഞ്ഞതിന്റെ ഒരു സാരം. അനുമോള് അത്ര വലിയൊരു ഗെയിമറായിട്ട് ഫീൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അനുമോള് സ്ട്രോങ് പ്ലെയർ അല്ല എന്ന് ഇത്രയൊക്കെ ആയിട്ടും ശരത്തിന് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഗെയിമിനെ പറ്റി പുള്ളി എന്താണ് ഈ ഓർത്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. അനുമോളാണ് ആ വീട്ടിലെ കണ്ടന്റുകളുടെ എല്ലാം ഒരു സെന്റർ അല്ലെങ്കിൽ ഒരു പിവോട്ട് പോയിന്റ്. അനുമോളെ ചുറ്റിപ്പറ്റിയാണ് കോണ്ടന്റുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അനുമോളെ വിമർശിക്കുന്നവർ പോലും അത് പറയുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞൊരു 3-4 ആഴ്ചയായിട്ട് അനുമോൾ തന്നെയാണ് അവിടെ എല്ലാ രീതിയിലും ടോപ്പിൽ നിൽക്കുന്നത്, ഒരു സംശയം കൂടാതെ തന്നെ പറയാം. അങ്ങനെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് സ്ട്രോങ് അല്ല, എതിരാളി അല്ല എന്ന് ഏത് ഫൂൾസ് പാരഡൈസിൽ ഇരുന്നുകൊണ്ടാണ് ശരത്ത് ഇതൊക്കെ പറയുന്നത് എന്നറിയില്ല. പുറത്തെ കാര്യങ്ങൾ ആളെ വിട്ട് ചോദിപ്പിച്ചു എന്നറിഞ്ഞതായിട്ട് ആദില പറയുമ്പോൾ അത് ജോക്കിന് പറയുന്നതാണ്. അപ്പൊ ശരത്ത് പറയുന്നുണ്ട്, പുറത്തെ ഒരു കാര്യം എനിക്ക് അറിയണ്ട, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എനിക്ക് അറിയണ്ട, നെഗറ്റീവായിട്ടായിരിക്കും ഇതൊക്കെ പോകുന്നത്, അത് ഉറപ്പാണെന്ന് ശരത്ത് പറയുന്നുണ്ട്. സ്വന്തം കാര്യത്തിൽ അങ്ങനെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ.